बयानाधरू ओ बलमा बयानाधरू धरो ओ बलमा न करो मोसे राम बयाना धरो ओ बलमा ढलेगी चुनरिया तन से ढलेगी चुनरिया तन से तन से तन से आ आ आ ढलेगी चुनरिया तन से हंसेंगे रे चूड़िया छन से हंसेंगे रे चूड़िया छन से हंसेंगे रे चूड़िया मचेगी छनकार बयाना धरू ना धरू ना धरू ओ बलमा मोहे छोड़ो आए तन से मोहे छोड़ो आए मोहे छोड़ो 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 सजना मोहे छोड़ो आए सजना दिया शीश उठाए सजना दिया शीश उठाए सजना दिया शीश उठाए रहा मोहे निहार बयाना धरू ना धरू ना धरू ओ बलमा मैं तो आप बहकी मैं तो आप बहकी आ आ आ मैं तो आप बहकी चलूं जैसे महकी चलूं जैसे महकी चलूं जैसे महकी चमेलिया के दाग बयाना धरू ओ बलमा न करो मुझसे रार बयाना धरू ना धरू ना धरू നൈസ് ഗുഡ് ഗുഡ്. താങ്ക് യു. അർച്ചന, ഹലോ. ഹെൽത്ത് ഒക്കെ ഓക്കെ ആയോ? ഓക്കെ വരുന്നേ ഉള്ളൂ. സുന്ദരി ആയിട്ടുണ്ടല്ലോ ഇന്ന്. താങ്ക് യു. നെറ്റിച്ചുട്ടിയൊക്കെ വെച്ചിട്ട് സംഭവിച്ചു പോയതാണ്. പ്ലാൻഡേ അല്ല, ഒരിക്കലല്ല. ഓക്കെ. മഞ്ജരി ചേച്ചി. സുന്ദരി അർച്ചന. എന്തോ മാം? സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു. നല്ല ഭംഗിയുണ്ട് കാണാൻ.
എന്തോ ഒരു റെട്രോ ക്ലാസിക്കിലൊക്കെ അഭിനയിച്ച ഒരു ആക്ട്രസിനെ പോലെയൊക്കെ ഉണ്ട്. നല്ല ഭംഗി. എങ്ങനെ പാടി? അതെ. ഞാൻ ഈ തവണ ഗ്രൂമിങ്ങിന് വന്നിട്ട് ആ മാക്സിമം ഒരു 1-2 വട്ടം മാത്രമാണ് ടീച്ചേഴ്സിന് ഞാൻ പാടിക്കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ഞാൻ കംപ്ലീറ്റ് വോയിസ് റെസ്റ്റ് ആയിരുന്നു. ഞാൻ ഈ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഡേ ഞാൻ ഇവിടെ വന്നിട്ടില്ല. ആ ഒരു തവണ പോലും ശ്രുതി വെച്ച് പാടി നോക്കാണ്ടാണ് ഞാൻ വന്നത്. ആ അപ്പം ഇവിടെ ഞാൻ ടീച്ചേഴ്സിനോട് കയറുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാം ദൈവത്തിന് വിട്ടു കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറണമെന്നുള്ളത്. കാരണം ഒരു തവണ പോലും ഞാൻ പാടി നോക്കിയിട്ടില്ല. അങ്ങനെ ഞാൻ കയറിയത്. നന്നായി പാടി മോളെ. ഞാൻ നേരത്തെ എല്ലാവരുടെ അടുത്തും സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രേക്ഷകരോട് കൂടിയാണ്. അർച്ചന മിണ്ടുന്നില്ല. ഞാൻ ചോദിച്ചു, ഈ കുട്ടി എന്താ മിണ്ടായിരിക്കണേ, വെറുതെ ഇങ്ങനെ ചിരിക്കുക മാത്രം ചെയ്യണേ. അപ്പൊ പറഞ്ഞു ശബ്ദം തീരെ വയ്യ, വോയിസ് റെസ്റ്റിലാണ് എന്ന് പറഞ്ഞു. അപ്പം ഇന്നിപ്പോൾ ഈ പാട്ട് ഏതാ പാട്ടെന്ന് ചോദിച്ചപ്പം ഇതാണ്, ഹിന്ദി പാട്ടാണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള പാട്ടാണ്. അതെങ്ങനെ പാടും ഞാൻ ഇങ്ങനെ ആലോചിച്ചു. ഈ കുട്ടി അസലായിട്ട് പാടി. ദൈവത്തിന് വിട്ടുകൊടുത്തില്ലേ, ദൈവം അനുഗ്രഹിച്ചു. ശരിക്കും ഞാനും ശരത് സാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറയും, ഓ രക്ഷപ്പെട്ടു. കാരണം ചില ഭാഗങ്ങളൊക്കെ പാടുമ്പം ഓപ്പൺ വോയിസ് വരണം അവിടെയൊക്കെ. അവിടെ ഞാൻ പേടിച്ചു പോയി എന്ത് പറ്റും എന്ന്. പക്ഷെ വെരി ഗുഡ്, നന്നായി പാടി. ആ വോയിസ് റെസ്റ്റിന്റെ ഒരു ഗുണം കാണാനുണ്ട്. പിന്നെ ഡിക്ഷൻ ഓൾസോ മോളെ നന്നായിരുന്നു. ചില ഭാഗങ്ങൾ അത് മേത്തോ ആപ്പ് ആ ഭാഗങ്ങള്, അതുപോലെ 2-3. പിന്നെ മോഹേ ഛോഡോ ഹായേ എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷനാണ്. അപ്പം അത് ആയെന്ന് കേട്ടത് ആദ്യമൊക്കെ. അപ്പം അങ്ങനെ ചില ലിറിക്കൽ കറക്ഷൻസ്. പിന്നെ ബാക്കി ഇപ്പോൾ പാട്ടിൻ്റെ കാര്യം പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, കാരണം ഇത്രയൊക്കെ ഒപ്പിച്ച് പാടിയല്ലോ. നമ്മുടെ ഓർക്കസ്ട്ര മനോഹരമായിരുന്നു വായിച്ചത്. ശരിക്കും ഈ ഒരു പാട്ട് നമ്മൾ വേറെ തന്നെ ഒരു ലോകത്തെത്തി. എന്തായാലും ഗോഡ് ബ്ലെസ് യു. നല്ല സുന്ദരിയായിട്ടുണ്ട് കാണാൻ. മുടി വെട്ടിയോ ചെറുതായിട്ട്? ഇല്ല. ഈ 2026 കുറെ പേര് മുടി വെട്ടി, അതാ ഞാൻ ചോദിച്ചത്. ഇല്ലല്ലോ, 25-ലായിരുന്നു. ഓ വെട്ടി, വളർന്നതാ ഇത്. ഓഹോ, എന്തായാലും സുന്ദരിയായിട്ടുണ്ട്. ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു ചേച്ചി. ശരത് സർ. അർച്ചന, വണ്ടർഫുൾ സോങ് സെലക്ഷൻ. എന്തൊരു കോമ്പസിഷനാണ്. ഓ, നമ്മളൊക്കെ ബേജാറായിപ്പോയി. അതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നെന്ന് ആലോചിച്ചിട്ട്. വെരി ബ്യൂട്ടിഫുൾ കോമ്പസിഷൻ. നന്നായിട്ട് പാടി. എനിക്ക് ആ തൊണ്ടയുടെ കുഴപ്പങ്ങളുണ്ട്, എന്നെക്കാളും ബോറായിട്ടിരിക്കുക തൊണ്ട. എങ്കിലും നാക്കാരോ അതൊന്ന് പാടാമോ പല്ലവിയിൽ? ആ അത് വിട്ടാൽ മതി, അവിടെ സസ്റ്റെയിൻ വേണ്ട. ഇപ്പം അതിൻ്റെ കൺസ്ട്രക്ഷൻ കറക്റ്റാണ്. ഒന്ന് സസ്റ്റെയിൻ കട്ട് ചെയ്ത് പാടാമോ? ആ അതിനൊരു ബ്യൂട്ടിയുണ്ട്. ആ വിടലിന് കൊണ്ടങ്ങ് പിന്നെ തേങ്ങ ഉടയ്ക്കുന്നതാണ്, ഉടയ്ക്കുകയല്ല വേണ്ടത് കേട്ടോ. ഈ അനുപല്ലവി എന്താണ് ചരണമാണോ മോഹേ? ആ ചരണം അത് മാത്രമേ കുറച്ച് ശ്രുതിയിൽ നിന്നില്ല, ബാക്കി കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് തന്നെ പാടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഷാനിക. കമോൺ എവരിബഡി. നന്നായിരുന്നു. ഇത് ശരിക്കും ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഇത് പാടുന്നതെന്നുള്ളതൊന്നും എനിക്കത്ര അങ്ങോട്ടേക്ക് ഫീൽ ചെയ്തില്ല. കാരണം നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് വോയിസ് റെസ്റ്റ് ആയിരുന്നു. ശ്രുതി വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലേ? എന്നിട്ട് വന്നിട്ട് ഇങ്ങനെ ഇവിടെ പൊളിച്ചെടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് അർച്ചന കുഴപ്പം? അടിപൊളിയായിരുന്നു. ഒന്നാമത് അർച്ചനയുടെ വോയിസിൽ ആ ഒരു എന്തോ ഒരു മാജിക് ഉണ്ട്. അപ്പോൾ എനിക്കൊന്ന് അതിപ്പം അർച്ചന ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് പാട്ടുകളും ഇവിടെ പാടി അല്ലേ? എല്ലാത്തിലും അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുമുണ്ട്. ദിസ് ഇസ് വെരി ഗുഡ്. കാരണം ഒച്ചയടച്ച് എനിക്കറിയാം ഇതിന്റെ ബുദ്ധിമുട്ട് എന്താന്നുള്ളത്. ആ ഗുഡ് എന്ന് പറയുമ്പോൾ എനിക്ക് പറ്റുന്നില്ല. വെരി ഗുഡ്. തെറ്റുകൾ എന്തെങ്കിലും സംഭവിച്ചോ? അല്ല വരി മാറിപ്പോവേ, അല്ലെങ്കിൽ വാക്ക് മാറിപ്പോവേ, അങ്ങനെ കണ്ടുപിടിച്ചു. അല്ല അത് യു ഫൈൻഡ് ഇറ്റ്. ഓഫ് കോഴ്സ്. നിങ്ങളാരും കണ്ടുപിടിച്ചില്ല. ഞങ്ങൾ ഉറങ്ങായിരുന്നു. നീ എന്താ തെറ്റിച്ചേ പറ. എന്നാ ഞാനൊരു സത്യം പറയട്ടെ, എനിക്കൊന്നും ഓർമ്മയില്ല. അനുപല്ലവി കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് വരുന്ന ചരണം അത് എന്താ? മോഹേ ചോടോ ഹായ് സജന എന്നാണ് പാടിയത്. തൻസയ അനുപല്ലവിയിലെ തൻസ ഇവിടെ കൊണ്ടുപോയി ഇട്ടു. പക്ഷെ
പിന്നീട് ആ വരി വരുന്നുണ്ട്, അവിടെ സജന പാടി. കള്ളി. Yes, sir, ഞാൻ മിണ്ടാതിരിക്കുക അവള്. അല്ല സർ, ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ മോളെ എനിക്കറിയാം, നീ മനസ്സിലായി. അവൾ അറിഞ്ഞില്ല. ഇത്രയും പ്രാക്ടീസ് പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല, വോയിസ് റെസ്റ്റ് ആയിരുന്നല്ലോ. പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന പോലെ ലിറിക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കയറണേ. ഇറ്റ്സ് ഫൈൻ, കുഴപ്പമില്ല. ടൈം ബീങ് ഇറ്റ്സ് ഓക്കെ. സൗണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല സത്യത്തില്. ശ്രുതിയിൽ നിർത്തി ശബ്ദം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് തന്നെയായിരുന്നു ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോഴും ആലോചിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഇടയിൽ പറ്റിപ്പോയത്. ഇറ്റ്സ് ഓക്കെ. ബാക്കിയൊക്കെ നല്ലായിരുന്നു കേട്ടോ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ഷാനിക്ക. മാർക്സ് ചോദിക്കാം. ഓക്കെ ശരത് സർ. 9 marks. താങ്ക് യു സർ. ഷാനിക്ക. എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ നല്ലോണം പാടിയല്ലോ. അതെ. 9.1. ഓ താങ്ക് യു ഷാനിക്ക. ചേച്ചി ഇപ്പോട്ട് പൊട്ടിക്കൊന്ന്. അർച്ചനയുടെ മാർക്സ് ദാ ഗാനക്കൂടത്തിലേക്ക്. ഓക്കെ. സോ ടോട്ടൽ 18.1. Thank you. സൂപ്പർ. വോയിസ് ഫസ്റ്റ് ഏറ്റു.